നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 റിസൾട്ട് വരികയാണ്. ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് റൂമേഴ്സും ഉണ്ട് വിജയത്തെക്കുറിച്ച്. നാളത്തെ വിജയം വളരെ സ്ട്രിക്റ്റ് ആണ്, വാല്യുവേഷൻ ലിബറൽ ആയിരുന്നു, ഒരുപാട് കുട്ടികൾ തോറ്റോ, ഈ റിസൾട്ട് മാറ്റിവെച്ചതിൻ്റെ കാരണം എന്താണ്. എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്ക് കേൾക്കാം. +2 റിസൾട്ട് നാളെയാണ് വരുന്നത്. നാളെ 3:30 ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യും. ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോഴത്തേന് സൈറ്റുകളിലെല്ലാം എല്ലായിടത്തും അവൈലബിളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് +2ൻ്റെ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സോളിൽ ഒരു വിഷയം അല്ലേ, ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ അത്യാവശ്യം ടഫായിരുന്നു. എല്ലാവർക്കും അത്ര എളുപ്പമുള്ള വിഷയമല്ലായിരുന്നു. മാത്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. കൊമേഴ്സുകാർക്ക് അതാത് വിഷയങ്ങളുണ്ട്, ഹ്യൂമാനിറ്റീസുകാർക്ക് അതാത് വിഷയങ്ങളും കുറച്ച് പേപ്പേഴ്സ് എന്തായാലും പ്രയാസം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം സയൻസിൻ്റെ കാര്യത്തിൽ ഉറപ്പിക്കാം, ഒരു വിഷയങ്ങൾക്കും ലിബറലായിട്ടുള്ള വാല്യുവേഷൻ ഇല്ല, ഒരു എക്സ്ട്രാ മാർക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനിയിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് വല്ലതും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ, എന്തെങ്കിലും മോഡറേഷൻ വല്ലതും കൊടുത്തെങ്കിൽ മാത്രമേ വിജയം കൂടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വാല്യുവേഷൻ രീതി തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഉള്ള മാർക്ക് അതുപോലെ കിട്ടും, ഉള്ള മാർക്കിൽ കുറയത്തില്ല. പക്ഷേ ഒരു മാർക്ക് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 മാർക്ക് ഇട്ട് കൊടുത്ത് ജയിപ്പിക്കുക, അങ്ങനൊരു രീതി ഇല്ലെന്നാണ് പല ജില്ലകളിലുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ വളരെ വ്യക്തമായി സംസാരിച്ചപ്പം അവരിൽ നിന്ന് കൃത്യമായി അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം നിങ്ങളും പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കാൻ. അതിനകത്ത് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അല്ല വേണ്ട. നമ്മൾ എഴുതിയതിൻ്റെ എല്ലാം മാർക്ക് കിട്ടും, എഴുതാത്തത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ട് കാത്തിരിക്കരുത്. അങ്ങനെ കിട്ടിയാൽ നല്ലതെന്ന് വിചാരിക്കുക. അന്നേരം നാളെ റിസൾട്ട് വരുമ്പം നിങ്ങൾ പാനിക്കാകേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. ഇപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞാൽ ഒരു ജൂൺ 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഒറ്റ വിഷയം ഇമ്പ്രൂവ് ചെയ്യാം. ആ വിഷയം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. നിങ്ങളുടെ ഒരു അക്കാഡമിക്കിനെ അതിനെ ബാധിക്കുന്നില്ല, പെട്ടെന്ന് റിസൾട്ട് വരും. അത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയ റിസൾട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മുടെ മെയിനായിട്ടുള്ള റിസൾട്ടിൻ്റെ കൂട്ട് തന്നെ വരത്തുള്ളൂ. അന്നേരം അത് നിങ്ങളുടെ അക്കാഡമിക്കിനെ ബാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ആ ഒരു വിഷയം വേണമെങ്കിൽ പെട്ടെന്ന് പഠിച്ച് എഴുതി നല്ല അടിപൊളിയായിട്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് ഫെയിൽ ആവുകയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, ഈ പറഞ്ഞ പോലെ ജൂൺ ആദ്യ ആഴ്ചകളിൽ പരീക്ഷ നടത്തുകയും അതുപോലെ തന്നെ ഏറ്റവും ഗുണകരമാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരികയും ചെയ്യും. സേയുടെ റിസൾട്ടും വരും. അത് എത്ര വിഷയം വേണമെങ്കിലും 6 വിഷയം പോയാൽ 6 വിഷയം എഴുതാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അന്നേരം നിങ്ങൾക്ക് വർഷം പോകുന്നില്ല. എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. 1 ഇയർ, ഒരു വർഷം നമ്മൾ ലാഭിക്കാൻ വേണ്ടി ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യും. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. കേരളത്തിലെ കുട്ടികളെല്ലാം നല്ല മാർക്കോടുകൂടി +2 നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്കുകളോടുകൂടി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.